മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു വട്ടം കൂടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന. അവസാന നിമിഷവും പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിച്ച നേതാക്കളും അവരുടെ അനുയായികളും. ന്യൂഡൽഹിയിൽ നിന്ന് വിനിത വിജി, തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, അലക്സ് റാം മുഹമ്മദ് എന്നിവർ ഏറ്റവും ഒടുവിലത്തെ വിവരവുമായി ചേരുന്നു. ആദ്യം വിനിതയിലേക്ക് തന്നെ പോവുകയാണ്. വിനിത, ഇത്രയും ദിവസമായി നാളെ നീണ്ട് ഈ ഘട്ടം വരെ എത്തുന്നു. അവസാന ചർച്ചകൾ ഇന്നലെ അവസാനിച്ചു. ഇനി ദ ഫൈനൽ ചർച്ച എന്നാണ് അറിയാൻ കഴിയുന്നത്. അതങ്ങനെ തന്നെ വിശ്വസിക്കാവോ? ഇന്ന് തന്നെ വരും എന്ന സൂചനകളെ വിശ്വസിക്കാവോ വിനിത? ഹാഷ്മി, തൽക്കാലം അതുതന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി നോക്കുമ്പോൾ അതിനുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ഇനി ഒരുപക്ഷെ അവസാനഘട്ട ചർച്ച എന്ന് കൂടി തന്നെ നമുക്കത് പറയേണ്ടി വരും. ഇന്ന് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തി ഉടനെ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. അന്തിമ തീരുമാനമായാൽ പിന്നാലെ തന്നെ പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊരു അവസാനഘട്ട പ്രൊസീജിയർ എന്ന നിലയിലുള്ള ഒരു ചർച്ച എന്ന കാര്യമാണ് ഇനിയുള്ളത്. ഇന്നലെ തന്നെ കേരളത്തിൽ നിന്നെത്തിയ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പേര് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് ഇന്നലത്തെ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ നേതാക്കൾക്ക്, കേരളത്തിൽ നിന്ന് എത്തിയ മുതിർന്ന നേതാക്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നാണ് ഹൈക്കമാൻഡ് കേട്ടത്, രാഹുൽ ഗാന്ധി കേട്ടത്. അവരുടെ അഭിപ്രായം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അന്തിമഘട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ തീരുമാനത്തിൽ ഇനി മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയുടെയും കൂടി അഭിപ്രായം തേടി അത് ഒന്ന് സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ അതിലെ ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം എത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സൂചനകൾ. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ഒരു പ്രൊസീജിയർ എന്ന നിലയിലാണ് ഇനിയുള്ള ഒരു ചർച്ചയുള്ളത്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപായി ആ കൂടിക്കാഴ്ച, ആ ചർച്ച ഉണ്ടാകും, ഒരു ആശയവിനിമയം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ നീണ്ടുപോകുന്ന ചർച്ചകളാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ചർച്ചകൾ മണിക്കൂറുകളോളം നീണ്ടു. പക്ഷേ പിന്നാലെ വീണ്ടും ഈ പ്രഖ്യാപനം നീളുന്നു എന്ന തരത്തിലേക്കുള്ള വലിയ അതൃപ്തി അത് ഘടകകക്ഷികളടക്കം മുന്നോട്ട് വെച്ച പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികളുടെയൊക്കെ ഒരു അഭിപ്രായം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് തേടിയിട്ടുണ്ട്. സോണിയാഗാന്ധി ഈ ലീഗുമായും ഒപ്പം AK ആന്റണിയുമായും സംസാരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരുവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതാണെങ്കിലും ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂന്ന് നേതാക്കളും അവസാന നിമിഷവും അവർ വലിയ ഈ ഇഞ്ചോടിഞ്ച ഈ പോരാട്ടം എന്ന തരത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം ഈ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ അവകാശവാദത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാൻ മൂന്ന് പേരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവർ ഹൈക്കമാൻഡിനെ കണ്ടു, അവരുടേതായിട്ടുള്ള വാദങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അവരെ പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളിലും പ്രതിഷേധങ്ങളിലുമെല്ലാം വലിയ അതൃപ്തി രാഹുൽ ഗാന്ധിക്കുമുണ്ട്. ഏതാണെങ്കിലും ഈ നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, അതിൽ ഏതാണ് ഹൈക്കമാൻഡിന്റെ മാനദണ്ഡം, മുതിർന്ന നേതാക്കൾ എന്തഭിപ്രായം പറയുന്നു, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു സ്ഥിതി, അത് നമ്മൾ കർണാടകയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഈ MLA മാർക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഹൈക്കമാൻഡ് സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു സമീപനം തന്നെയായിരുന്നു ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അത് കേരളത്തിലും ഉണ്ടാകണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ KC വേണുഗോപാൽ ആ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജനവികാരം മാനിക്കണമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയ നേതാക്കൾ, അതിൽ KC വേണുഗോപാലിനെയും VD സതീഷിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ അവർക്ക് അനുകൂലമാവുന്ന തരത്തിലുള്ള ചില അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. അത് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോ നേരത്തെ ലീഗ് നേതാക്കളും ലീഗ് MLA-മാണ് തുറന്നു പറഞ്ഞെങ്കിൽ അല്പസമയം മുമ്പ് NK പ്രേമചന്ദ്രൻ പറയുകയായിരുന്നു ഇത് കടുത്ത അവമതിപ്പുണ്ടാക്കുന്നുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, താഴെത്തട്ടിൽ നടക്കുന്ന നേതാക്കൾക്കൊക്കെ അഗ്നി, പൊതുജനത്തിന്റെ ചൂട് നേരിടേണ്ടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നേരത്തെ അഭിജിത്തിനെ തടയുന്നു, ബെന്നി ബെഹനാനോട് തടഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് അവർക്ക് മാത്രമല്ല, R. ശ്രീജിത്തിനടക്കം പുറത്തിറങ്ങി നടക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ് ജനത്തിൻ്റെ ഉള്ളിലുള്ള ആ വിഷയത്തിലെ രോഷം, കടുത്ത രോഷം. അത് ഹൈക്കമാൻഡിന് കാണാതിരിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ജനത്തെ മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ആ അവഗണന അല്ലെങ്കിൽ ആ രോഷം കാണാതിരിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് സമവായത്തിലൂടെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയല്ലേ കേരളത്തിലെയും കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ ആലോചന, ശ്രീജിത്ത്? തീർച്ചയായും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ എമ്പാടും ആളുകൾ ചോദിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ വിഷയം മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ്.
മുഖ്യമന്ത്രി ആയിട്ട് കെ.സി. വേണുഗോപാലോ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ ആര് തന്നെ വന്നാലും ഹൈക്കമാൻഡ് തീരുമാനം ഇത്ര വൈകിക്കൂടാ എന്ന അഭിപ്രായമുള്ളവരാണ് കോൺഗ്രസിലും യു.ഡി.എഫിലും പുറത്തുമൊക്കെയുള്ള ഭൂരിപക്ഷം ആളുകളും. ഇത്രയുമധികം വലിയൊരു ജനവിധി സമ്മാനിച്ചിട്ടും അത് ആ ഒരു ജനങ്ങൾ നൽകിയ ബഹുമതിയോടൊപ്പം ഉയർന്നു നിന്ന് ചിന്തിക്കുന്നതിലും തീരുമാനമെടുക്കുന്നതിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തോതിലുള്ള വീഴ്ച പറ്റി, തെറ്റുപറ്റി എന്നുള്ള വികാരമാണ് പൊതുവിൽ അലയടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ജനരോഷം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നിരാശ, ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അവമതിപ്പ്, ഇതിൻ്റെ എല്ലാം ചൂട് ഹൈക്കമാൻഡിൽ തട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കളും ചൂണ്ടിക്കാണിച്ച വിഷയം അതുതന്നെയാണ്. ഇനിയും ഇത് വൈകിയാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോഴത്തെ ജനവിധി സമ്മാനിച്ച ജനങ്ങൾ നേരെ എതിരായി തിരിയാനും ചിന്തിക്കാനുമുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് ഒഴിവാക്കണമെന്ന ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ് ഹൈക്കമാൻഡ് മുന്നിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ പ്രധാന 3 നേതാക്കൾ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, ഈ 3 പേർക്കും അവരുടേതായ സംഭാവനകളുണ്ട്, അവരുടേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, അവരുടേതായ എല്ലാ തരത്തിലുള്ള സംഭാവനകളും അവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ അവരിൽ ആരെ തീരുമാനിക്കും എന്നത് ഹൈക്കമാൻഡ് മുന്നിലുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ജനവികാരം മാനിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണോ, അല്ല സംഘടനാ തലത്തിലടക്കം നടത്തിയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കെ.സി. വേണുഗോപാലിനെ എം.എൽ.എമാരുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണോ, ഇനി അതല്ല കേരളത്തിലെ കോൺഗ്രസിനെ നേരിട്ട ഏറ്റവും വലിയ പിളർപ്പ്, അതായത് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ DIC രൂപീകരിച്ച് പുറത്തു പോയപ്പോൾ മറ്റ് പാർട്ടിയെ മുന്നോട്ട് നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കണോ, ഈ ചോദ്യമാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. അതുകൊണ്ട് മൂവരെയും പിളക്കാതെ മൂവർക്ക് സ്വീകാര്യമായ ഒരു സമവായ ഫോർമുലയിലേക്ക് എത്താനുള്ള കാലതാമസമാണ് ഈ ഇപ്പോഴുണ്ടായ കാലതാമസത്തിൻ്റെ അടിസ്ഥാനം എന്നത് നമുക്കെല്ലാം അറിയാം. എങ്കിൽ പോലും നിരവധി സംസ്ഥാനങ്ങളിൽ സമാനമായ പ്രതിസന്ധി നേരിട്ട കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ട് പരിചയസമ്പത്തുണ്ട്. അപ്പോൾ ആ പരിചയസമ്പത്ത് ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ ഇവിടെ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫോർമുല ഉണ്ടാക്കുന്നതിൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന പ്രശ്നമുണ്ട്. എങ്കിലും 3 പേർക്ക് സ്വീകാര്യമായ ഒരു ഫോർമുല ഉച്ചയോടുകൂടി ഉരുത്തിരിയുമെന്നും ഉച്ചയ്ക്ക് ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ശ്രീത്ത്, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നേതാക്കൾ തമ്മിലുള്ള കടുത്ത അധികാര കിടമത്സരമായിരുന്നെങ്കിൽ ഇവിടെ ആ മത്സരത്തിൽ പൊതുജനം കൂടി, അല്ലെങ്കിൽ പബ്ലിക് സെന്റിമെന്റ്സോ പബ്ലിക് സൈക്കോ കൂടി കക്ഷിയാണ് എന്നുള്ളതാണ് ആ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിന് കാണാതിരുന്നുകൂടാ. ഇനി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഗ്രൂപ്പിനപ്പുറം പൊതുസമൂഹത്തിലുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് കാണാതിരിക്കാനാവില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഏത് മാനദണ്ഡം മുഖവിലക്കെടുക്കണം എന്നതാണോ ആലോചന, അതോ ഏത് കക്ഷിയെ മുഖ്യമന്ത്രിയാക്കിയാൽ താഴെത്തട്ടിലുണ്ടാകുന്ന പ്രതിഷേധങ്ങൾക്ക് ഏതളവിൽ ഏത് എക്സ്റ്റൻഷനിൽ പോകും എന്നതാണോ ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കുന്നത്? ശ്രീജിത്ത്, ഹാഷ്മി, 3 പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള ഒരു കിടമത്സരമായി കേരളത്തിൽ അത് തെരുവുകളിലേക്ക് വന്ന ഒരു പ്രശ്നമാണ് മുഖ്യമന്ത്രി ചർച്ച. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യമില്ലാത്ത ഒരു ഘടകം ഹാഷ്മി സൂചിപ്പിച്ചു തന്നെയാണ്. ഇവിടെ പൊതുജനങ്ങളുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മാനസിക പിന്തുണ കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. കേവലം UDF-ലെ ഘടകകക്ഷികളോ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പിന്തുണയോ MLA-മാരുടെ പിന്തുണയോ മാത്രമല്ല, പൊതുവികാരവും കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വളരെയധികം രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് തീരുമാനമെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങളെന്ന കാര്യം ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട്. എന്നാൽ നമുക്കൊരു കാര്യം ഇവിടെ പരിശോധിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. അതായത് കേരളത്തിൽ വി.ഡി. സതീശന് വേണ്ടിയും കെ.സി. വേണുഗോപാലിന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്കാണ് കുറച്ച് കുറവുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി നടന്ന കിടമത്സരങ്ങൾ ഹൈക്കമാൻഡിൻ്റെ അന്ത്യശാസനത്തോടെ സ്വിച്ചിട്ട പോലെ നിന്നു. അപ്പോൾ ഇവിടെ നടന്ന പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നേതാക്കന്മാരുടെ അറിവില്ലാതെയാണ് എന്ന് പറഞ്ഞാൽ ഇനി അത് ആർക്കും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഹൈക്കമാൻഡിനും ബോധ്യമുള്ള കാര്യമാണ്. കാരണം തങ്ങളുടെ അറിവില്ലാതെയാണ് നടന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഫ്ലെക്സ് വെക്കലും ഒക്കെ നടന്നതെന്ന് അവകാശപ്പെട്ടിരുന്ന നേതാക്കൾ ഹൈക്കമാൻഡിൻ്റെ അന്ത്യശാസനം വന്നതോടെ കൂട്ടായ ഒരു ആഹ്വാനത്തിന് ഡൽഹിയിൽ തയ്യാറായി. അതിനുശേഷം കേരളത്തിൽ ഒരിടത്തും പ്രകടനങ്ങൾ നടന്നതായി നമുക്കറിവില്ല. അപ്പോൾ ഈ പ്രകടനങ്ങൾ കേവലം യാദൃച്ഛികമായി ഉണ്ടായതാണോ എന്ന സംശയം കൂടി അവിടെ ബലപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുവികാരം മാത്രം മാനിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ മറ്റു വിഭാഗങ്ങൾ അതിനോട് എങ്ങനെ സമീപിക്കുമെന്ന പ്രശ്നമുണ്ട്. കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും രാജ്യത്തൊരിടത്തും MLA-മാരുടെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഇതൊക്കെ കീഴ്വഴക്കമായും പാരമ്പര്യമായും ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തീരുമാനത്തിലേക്ക് വരും എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ആരെയും പിണക്കാത്ത ഒരു സമവായ ഫോർമുല ഉരുത്തിരിയാനുള്ള കാലതാമസം സ്വാഭാവികമായി തന്നെ സംഭവിച്ചതാണ്. എങ്കിൽ പോലും ഇത്രയധികം ഒരു കാലതാമസം വന്നത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അവമതിപ്പുണ്ടാക്കി, മുന്നണിയിൽ അവമതിപ്പുണ്ടാക്കി. പ്രേമേന്ദ്രനൊക്കെ പറയുന്ന പോലെ പുറത്തിറങ്ങിയാൽ തീയാണ് എന്ന് പറയുന്ന അതേ സാഹചര്യം ഇവിടെ സംജാതമാകാൻ കാരണം ഈ കാലതാമസമാണ് എന്നതും വസ്തുതയാണ്. എങ്കിൽ പോലും അതിനെല്ലാം ഉതകുന്ന ഒരു തീരുമാനം
തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അത് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.